തിരുവല്ല മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ മാത്യു ടി തോമസ് പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അദ്ദേഹത്തിനോട് തന്നെ ഈ പ്രചരണ പ്രവർത്തനങ്ങൾ എവിടെ വരെ എത്തിയെന്ന് ചോദിക്കാം. ഇന്ന് റോഡ് ഷോ ആണ്. അത്യാവശ്യം കാണേണ്ടവരെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു കുറച്ചുപേര്. മണ്ഡലത്തിൽ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും പഴയ പരിചയങ്ങൾ പുതുക്കുവാനും പുതിയ വോട്ടർമാരെ കാണാനും ഞാനിപ്പോൾ തുടർച്ചയായി 20 വർഷമായി MLA ആണ്. ഞാൻ 2006 MLA ആകുമ്പോൾ ജനിച്ചിട്ടില്ലാത്തവർക്ക് ഇപ്പോൾ വോട്ടുണ്ടല്ലോ. അവർ പുതിയ വോട്ടർമാരെ പരിചയപ്പെടാനും പുതിയ വോട്ടർമാരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനുമാണ് പ്രധാനമായും ശ്രദ്ധിക്കുന്നത്. പഴയ കാലത്തെ തിരുവല്ല ഒത്തിരി മാറിയിട്ടുണ്ട്. പക്ഷേ പുതിയ തലമുറയ്ക്ക് ഇനി മാറ്റങ്ങൾ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റങ്ങൾ എന്ത് എന്നവരുമായി സംവേദിച്ചുകൊണ്ട് അവരുടെ വികാരങ്ങൾ, അവരുടെ തുടിപ്പുകൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഈ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെ ആയിരിക്കത്തില്ലേ ഈ പ്രചരണ പ്രവർത്തനം? തീർച്ചയായും ഒരു കാലത്തും ഇല്ലാത്ത രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 20 വർഷം ഈ മണ്ഡലത്തിൽ നടന്നു. 25 അധികം പാലങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങൾ, തിരുവല്ല ആശുപത്രി ആണെങ്കിലും മല്ലപ്പള്ളി ആശുപത്രിയിലാണെങ്കിലും, റോഡുകൾ BMBC നിലവാരത്തിലേക്ക് ഒരു 60% റോഡുകൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പുതിയ പാലങ്ങൾ ഈ അടുത്ത സമയത്ത് തന്നെ 2 പുതിയ പാലം, കോവളം പാലവും പുതുശ്ശിക്കടവ് പാലവും ഉദ്ഘാടനം ചെയ്ത് പാറക്കടവ് പാലം പണി ആരംഭിച്ചു. അങ്ങനെ വികസന രംഗത്തൊരു വിസ്ഫോടനം നടന്നൊരു കാലഘട്ടമാണ്. റോഡുകൾ, പാലങ്ങൾ, കുടിവെള്ള പദ്ധതികൾ, വൈദ്യുതീകരണ മേഖലയിലെ പുതിയ സംവിധാനങ്ങൾ, ഒരു കാലത്തും ഇല്ലാത്ത രൂപത്തിൽ പടിഞ്ഞാറൻ പഞ്ചായത്തുകളൊക്കെ വെള്ളം എത്തിക്കാൻ കഴിഞ്ഞു. വലിയ നേട്ടമാണ്. ആ നേട്ടങ്ങൾ ജനങ്ങളുടെ അനുഭവമാണ്. നമ്മൾ പ്രസംഗിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ജനങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക. ഈ തിരുവല്ല മണ്ഡലത്തിൽ ഇനിയും ജനങ്ങളുടെ ആവശ്യം എന്താണെന്നുള്ള അടുത്ത ഇതിൽ ഇനിയിപ്പോൾ സ്ഥാനാർത്ഥിയുടെ അടുത്ത 5 വർഷം എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ഞാൻ പറഞ്ഞല്ലോ മാറിയ തലമുറയ്ക്കനുസരിച്ച് അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള പുതിയ പ്രവർത്തനങ്ങളാണ്. നമ്മൾ നേരത്തെ ആഗ്രഹിച്ചതാണ് തിരുവല്ലയിൽ ഒരു IT പാർക്ക് വേണം. അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട തടസ്സം അതിന് നമുക്കൊരു എയർപോർട്ട് ആക്സസ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ശബരിമല എയർപോർട്ട് വരുന്ന സാഹചര്യത്തിൽ അത് പ്രാവർത്തികമാവുകയാണെങ്കിൽ അതിനോടനുബന്ധിച്ച് ഒരു IT പാർക്ക് എന്ന ആശയം നമുക്ക് മുന്നോട്ട് വയ്ക്കാവുന്നത്. 2006 ആശയം വെച്ചപ്പോൾ വിവരസാങ്കേതിക രംഗത്തെ വിദഗ്ധർ പറഞ്ഞത് എയർപോർട്ട് ആക്സസ് ഇല്ലാതെ IT പാർക്ക് വിജയിക്കില്ല. ഒരിടത്തെ IT പാർക്ക് വിജയിക്കാതിരുന്നതിൻ്റെ അനുഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ പറഞ്ഞത്. അപ്പോൾ പുതിയ എയർപോർട്ട് ഇവിടെ ശബരിമല വരുന്നതെങ്കിൽ നമുക്ക് അതൊരു മാറ്റത്തിന് കാരണമാകും. അതുപോലെ തന്നെ നമ്മുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലെ വെള്ളപ്പൊക്കത്തിൻ്റെ ഭീഷണി നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയുന്നില്ല. പക്ഷേ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്തും യാത്ര ചെയ്യാൻ തക്കോണം റോഡുകൾ നല്ലപോലെ ഉയർത്തുക എന്നതാണ് ഈ കാലഘട്ടത്തിലെ ലക്ഷ്യം. അത് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. മേജർ റോഡാണ് തിരുവല്ല മല്ലപ്പള്ളി ചേലക്കൊമ്പ് റോഡ്, 2 താലൂക്കുകളെ ബന്ധിപ്പിക്കുന്ന. അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി 88 കോടി രൂപ അനുവദിച്ചിട്ട് കുറച്ച് വർഷമായി. അതിൻ്റെ ഭൂമി ഏറ്റെടുക്കലിന് വേണ്ടി നിരവധി കേസുകൾ ഹൈക്കോടതിയിലും മറ്റുമായി ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അതിൻ്റെ അന്തിമഘട്ടത്തിലാണ്. ആ റോഡ് വികസിപ്പിച്ചെടുക്കുക എന്നത് സ്വപ്നമാണ്. അത് പ്രാവർത്തികമാക്കാൻ കഴിയും. ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. പുതിയ തലമുറയുടെ അഭിരുചി കൂടെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി കൂടി അഡ്രസ്സ് ചെയ്യുന്ന, അവരുടെ ആഗ്രഹം കൂടി അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും ഇനിയുള്ള പ്രവർത്തനങ്ങൾ. മറ്റ് സ്ഥാനാർത്ഥികളെക്കാൾ മുന്നേ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി, അതിൻ്റെ ആത്മവിശ്വാസമുണ്ടോ? മുന്നേ പിന്നെ എന്നുള്ളതല്ലല്ലോ. എനിക്ക് തിരുവല്ലക്കാരിൽ പൂർണ്ണ വിശ്വാസമാണ്. തിരുവല്ലക്കാർ എന്നെ വിശ്വസിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആത്മവിശ്വാസത്തിൻ്റെ അടിത്തറ. അപ്പോൾ അത് തന്നെയാണ് തിരുവല്ല മണ്ഡലത്തിൽ പുതിയ തലമുറയ്ക്ക് എന്താണ് വേണ്ടതെന്നുള്ളതാണ് ഇനിയിപ്പോൾ ആലോചിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ ചൂടുപിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. തിരുവല്ലയിൽ നിന്നും ക്യാമറാമാൻ രതീഷ് മടമ്പിച്ചലിനൊപ്പം കണ്ണൻ ദേവ്.